ജിൻഡോ ജാസ്മിൻ വിഷയത്തിൽ വിധി നിർണയം നടക്കുന്ന സമയത്ത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞ് ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്തത് അൻസിബയും ഋഷിയും അതേപോലെ തന്നെ സിബിനുമാണ്. സിബിൻ പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ ജിൻഡോയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇത് പാസ്റ്റിൽ നടന്ന ഒരു സംഭവമാണ്. ജിൻഡോ ജാസ്മിനെ കാലേ വാരി നിലത്തടിച്ചേനെ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങനെ സംഭവിച്ചേനെ, പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പാസ്റ്റിൽ നടക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ്, നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നടക്കാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ജിൻഡോ ഈ വീട്ടിലെ ഏറ്റവും ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാള് ഇവിടുത്തെ ബിഗ് ബോസിലെ ഒരു ഗെയിമിൽ പോലും ഒരാളെ പോലും ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ടോ ഫിസിക്കലി ആക്രമിക്കാൻ വേണ്ടിയിട്ടോ ഇതുവരെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു രീതിയിൽ പോലും ജിൻഡോ പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫിസിക്കൽ അറ്റാക്ക് നടത്തുന്ന ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളല്ല ജിൻഡോ. അതുകൊണ്ട് തന്നെ ജിൻഡോ അങ്ങനെ പറഞ്ഞ കാര്യം ജാസ്മിനെ ത്രിട്ടൺ ചെയ്യാനുള്ള ഒരു റീസൺ അല്ല. അങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത ഒരാളാണ്. മാത്രമല്ല ഇത് പാസ്റ്റിൽ നടക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് സിബിൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും അത് ഏറ്റവും വലിയൊരു പോയിന്റ് തന്നെയാണ് സിബിൻ പറഞ്ഞത്. എന്തായാലും ഭൂരിഭാഗ അഭിപ്രായ പ്രകാരം ജിൻഡോനെ നിരപരാധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.